വെൽക്കം ടു മൂവി ബ്രാൻഡ്. മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമാണ് മോഹൻലാൽ. പകരം വെക്കാനാകാത്ത നിരവധി കഥാപാത്രങ്ങൾ അവിസ്മരണീയമാക്കിയ താരത്തിന് ആരാധകർ ഏറെയാണ് എന്ന് എടുത്തു പറയേണ്ട ആവശ്യമില്ല. കൊച്ചുകുട്ടികൾ മുതൽ പ്രായഭേദ വ്യത്യാസമില്ലാതെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഏട്ടനാണ് മോഹൻലാൽ. വലിയൊരു ആരാധക വൃന്ദം തന്നെ മോഹൻലാലിനുണ്ട്. അദ്ദേഹത്തിന്റേതായി പുറത്തെത്താറുള്ള വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്ന് തന്നെയാണ് പ്രേക്ഷകർ സ്വീകരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മോഹൻലാലിന്റെ വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. അദ്ദേഹത്തിന്റെ സംവിധാനത്തിൽ എത്തുന്ന ബറോസ് എന്ന ചിത്രത്തിനായുള്ള കാത്തിരിപ്പിലാണ് പ്രേക്ഷകർ. നടനും ഈ ചിത്രത്തിന്റെ പ്രൊമോഷൻ പരിപാടികളിലാണ്. സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി നിരവധി അഭിമുഖങ്ങൾ മോഹൻലാൽ നൽകിയെങ്കിലും ഒന്നിൽ പോലും സിനിമയെക്കുറിച്ച് അധിക വിശദീകരണങ്ങൾ ഒന്നും നൽകിയിട്ടില്ല. താനല്ല, തന്റെ സിനിമയാണ് ആളുകളോട് സംസാരിക്കുകയെന്നാണ് താരം പറഞ്ഞത്. അതേസമയം ബറോസ് പ്രൊമോഷന്റെ ഭാഗമായി മോഹൻലാൽ നൽകിയ അഭിമുഖവും ചില ഫോട്ടോകളും പുതിയൊരു ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുകയാണ്. അടുത്തിടെയായി മോഹൻലാൽ പൊതുചടങ്ങുകളിൽ പ്രത്യക്ഷപ്പെടുമ്പോഴെല്ലാം കഴുത്തിൽ ഒരു ചെറിയ സിൽവർ കുരിശ് ധരിച്ചാണ് പ്രത്യക്ഷപ്പെടുന്നത്. ഇത് ഏവരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ആഭരണങ്ങളോട് പ്രിയമുള്ള മോഹൻലാൽ മാല, മോതിരം, വാച്ചുകൾ, ബ്രേസ്ലെറ്റുകൾ എന്നിവ സ്ഥിരമായി ഉപയോഗിക്കാറുള്ള വ്യക്തിയാണ്. പക്ഷെ ആദ്യമായാണ് സിനിമയിൽ അല്ലാതെ കുരിശുള്ള മാല ധരിച്ച് താരത്തെ ആരാധകർ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം സോഷ്യൽ മീഡിയയിൽ ഒരു ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്. മോഹൻലാൽ മതം മാറിയോ, ക്രിസ്തു മതം സ്വീകരിച്ചോ, മാമോദീസ മുങ്ങിയോ എന്നിങ്ങനെയൊക്കെയാണ് ഒരു വിഭാഗത്തിന്റെ സംശയങ്ങൾ. ആന്റണി പെരുമ്പാവൂർ നിർബന്ധിച്ച് ധരിപ്പിച്ചതാവും, ഫാഷന് വേണ്ടി ഉപയോഗിക്കുന്നതാകും എന്നിങ്ങനെയാണ് മറ്റൊരു വിഭാഗത്തിന്റെ കണ്ടെത്തൽ. ഇത്തരത്തിൽ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നവർക്ക് മോഹൻലാലിന്റെ ആരാധകർ തന്നെ തക്കതായ മറുപടി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാവരും ജാതിമത വ്യത്യാസം നോക്കാതെ കുരിശ് ധരിക്കുമെന്നും ഇതിൽ മതം കുത്തിക്കയറ്റിയവരെ സൂക്ഷിക്കണമെന്നുമാണ് ആരാധകർ പറയുന്നത്. മോഹൻലാൽ കുരിശുമാല ധരിച്ച ഈ വേളയിൽ യൂട്യൂബറും ബിഗ് ബോസ് സീസൺ 6 മത്സരാർത്ഥിയുമായിരുന്ന സീക്രട്ട് ഏജന്റ് എന്ന സായി കൃഷ്ണ പങ്കുവച്ച വീഡിയോയും ശ്രദ്ധ നേടുകയാണ്. ഫാഷന് വേണ്ടി കുരിശിട്ട് നടക്കുന്ന വ്യക്തിയല്ല മോഹൻലാൽ എന്നാണ് സായി കൃഷ്ണ പറയുന്നത്. കുരിശ് കഴുത്തിലിടുന്നത് മതവുമായി കൂട്ടിക്കുഴയ്ക്കേണ്ടതില്ല. ചിലർ ഒരു പോസിറ്റിവിറ്റി കിട്ടാനായി കുരിശ് കഴുത്തിൽ അണിയാറുണ്ട്. കയ്യിൽ കൊന്ത സൂക്ഷിക്കുന്നവരുമുണ്ട്. മോഹൻലാലിനെ പോലൊരു നടന് ഫാഷന് വേണ്ടി റിയൽ ലൈഫിൽ കുരിശിട്ട് നടക്കുമെന്ന് തോന്നുന്നില്ല. സിനിമയിൽ ഇട്ടേക്കും, പക്ഷേ റിയൽ ലൈഫിൽ ഒരിക്കലും അതൊന്നും ചെയ്യില്ല. കാരണം മതം, മതപരമായ ചിഹ്നങ്ങൾ എന്നിവയോടെല്ലാം ബഹുമാനവുമുള്ളയാളാണ് അദ്ദേഹം. ബ്ലെസ്സിങ്സിലൊക്കെ വിശ്വസിക്കുന്നയാളുമാണ്. കുരിശ് ധരിച്ചത് കോൺഫിഡൻസിന് വേണ്ടിയാകും. കാരണം അദ്ദേഹം ദൈവവിശ്വാസിയാണ്. അതേക്കുറിച്ച് സംസാരിക്കാറുള്ളയാളുമാണ്. പ്രകൃതിയെക്കുറിച്ച് വരെ സംസാരിക്കുകയും അദൃശ്യ ശക്തിയിൽ വിശ്വസിക്കുന്നയാളുമാണ് മോഹൻലാൽ എന്നും സീക്രട്ട് ഏജന്റ് പറയുന്നു. അതേസമയം ഡിസംബർ 25-നാണ് ബറോസ് തിയേറ്ററുകളിൽ എത്തുന്നത്. ബറോസ് ഗാർഡിയൻ ഓഫ് ഡി ഗാമാസ് ട്രഷർ എന്ന നോവലിനെ അടിസ്ഥാനമാക്കി ജിജോ പുന്നൂസാണ് ചിത്രത്തിന് തിരക്കഥ എഴുതിയിരിക്കുന്നത്. 3Dയിലാണ് ചിത്രം എത്തുന്നത്. ഫാന്റസി ജേണറിലാണ് ചിത്രം ഒരുങ്ങുന്നത്. ടൈറ്റിൽ കഥാപാത്രമായ ബറോസായി എത്തുന്നത് മോഹൻലാൽ തന്നെയാണ്. വാസ്കോ ഡ ഗാമയുടെ നിധി സൂക്ഷിപ്പുകാരനായ ബറോസ് എന്ന ഭൂതത്തിന്റെ കഥയാണ് ചിത്രം പറയുന്നത്. നിധി തേടി ഒരു കുട്ടി ബറോസിന് മുന്നിൽ എത്തുന്നതാണ് കഥയുടെ പ്രമേയം.